ഹലോ മക്കളെ, ഇന്ന് പിന്നെ ഞാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മാഹി മോന്താൽ കേട്ടാ. മാഹി മോന്താൽ ഒരു പിന്നെ ഹൗസ് ബോട്ടിൻ്റെ ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടാവും, പോയതൊന്ന് അനുഭവം ഒന്ന് കമൻറ്റ് പറയണേ. ഓക്കെ, ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് പൂക്കോ കഴിഞ്ഞാണ് കേട്ടോ. പൂക്കോ കഴിഞ്ഞൊരാടെ നബിദിനത്തിൻ്റെ പ്രോഗ്രാം ഒരു റാലി പോകുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോയി. എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ മാഹി ബൈപ്പാസില്ലേ, ആ വഴി പെരിങ്ങാടി വഴിയാണ് പോയത്. പെരിങ്ങാടിയിൽ നിന്ന് പിന്നെ ഒളവിലം റോഡ് എവിടെ, ഒളവിലം റോഡ് വഴിയാണ് ഈ കാണുന്ന മാഹി ബൈപ്പാസാണ്. അതുവഴിയാണ് പോയത്. പിന്നെ മാഹി ബൈപ്പാസിൻ്റെ താഴത്തോട്ട് പോയാലും അങ്ങനെ എത്തും. അപ്പോൾ ഇടത് ഭാഗത്ത് ഒളവിലും മറ്റേത് മോന്താലിലേക്കുള്ള റോഡാണ്. ചെറിയൊരു സർവീസ് റോഡ്, അടിപൊളി, നല്ല താറിലിട്ട അടിപൊളി റോഡ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്, ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അതിലിങ്ങനെ പോയാൽ നല്ല പുഴൻ്റെ കാഴ്ചകളും കണ്ട് പ്രകൃതി രമണീയമായ ഒരു യാത്ര കേട്ടോ. റോഡ് കുറച്ചും കൂടി മുമ്പോട്ട് പോകണം. ഓക്കെ, ഇത് ശരിക്കും മോന്താൽ തന്നെ ആ ബൈപ്പാസിൻ്റെ താഴത്ത് ഇറങ്ങിയാൽ മാഹിപ്പാല റോഡ് ഇറങ്ങിയാൽ അവിടുന്ന് പെരിങ്ങാടിന് അടുത്ത് ഒളവില റോഡ് പോയിട്ടുണ്ടാവും വിചാരിക്കുന്നത് കേട്ടോ. അഥവാ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. ഓക്കെ, അങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ ഹൗസ് ബോട്ട് എത്തി കേട്ടോ. ആ സ്ഥലം അല്ല, ഇത് പിന്നെ ബോട്ട് ജെട്ടിയാണ്. ബോട്ട് ജെട്ടിയിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാ. അതിൻ്റെ നല്ല ഭംഗിയുള്ള സ്ഥലം. ബോട്ട് ജെട്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ബോട്ട് സർവീസൊന്നും ഇതുവരെ തുടങ്ങിയില്ല. കാണുന്നത് മാഹി ബൈപ്പാസ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പള്ളിയും ഉണ്ടാ, ഒരു പള്ളി, അടിപൊളി പള്ളി. ഒരു അപ്പുറത്തുണ്ട് കേട്ടോ ഒരു ബോട്ട് ജെട്ടി. എല്ലാം കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് പോകാനുണ്ട്. ഞാൻ കണ്ട് പിന്നെയും കുറച്ച് മുമ്പോട്ട് പോയാൽ ആ സ്ഥലത്തു ഞാൻ പിന്നെ അവിടെ ഇറങ്ങി ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല സ്ഥലം, മഴയുണ്ട്, അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. അങ്ങനെ കാണുന്ന ബോട്ട്, ഹൗസ് ബോട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ വലത്ത് ഭാഗത്തുണ്ടാവും ബോട്ടെല്ലാം നിർത്തിയിട്ട സ്ഥലം. ഹൗസ് ബോട്ടുണ്ട്, മറ്റേ ആറാക്ക് പോകുന്ന സ്ഥലമുണ്ട്. അവിടെ ബോർഡുണ്ട്, മോന്താൽ മയ്യഴിക്കാര ബോട്ട് സർവീസ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മോന്താൽ തന്നെ കേട്ടോ. അടിപൊളി സ്ഥലം. ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ കമൻറ്റിൽ. അതേപോലെ എന്തെങ്കിലും വോയിസ് എല്ലാം ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കണേ. ഓക്കെ, ഇവിടെ പോയവരും ഒന്ന് കമൻറ്റിൽ അഭിപ്രായം പറ. അങ്ങനെ അവിടെ എത്തി. അന്നേരം കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ട്. ഞാൻ രാവിലെ സമയത്താണ് പോയത്. അപ്പോൾ അങ്ങനെ അവിടെ അത്ര തിരക്ക് കണ്ടിട്ടില്ല കേട്ടോ. ഒരു ഉച്ചക്ക് വൈകുന്നേരം അങ്ങനെയാണ് ആൾ വരുന്നത്. പക്ഷേ അവിടെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് സമയം വീഡിയോയിലെടുത്ത് ഹൗസ് ബോട്ട്, 2 ഹൗസ് ബോട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ ഈ ഒരു 6 സീറ്റ് ഉള്ള ഒരു ബോട്ടുണ്ട്, അതിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹൗസ് ബോട്ടെല്ലാം അടിപൊളി ബോട്ട്, നമ്മളെ ആലപ്പുഴയിലുള്ള അതേപോലത്തെയുള്ള ഹൗസ് ബോട്ട്. അതെല്ലാം കണ്ട് കുറച്ച് പേര് അവിടെ പിന്നെ ചിലവഴിച്ച്. അപ്പോൾ ഫാമിലി ആയിട്ടില്ല അവിടെ പോകുന്നവർക്ക് പോവാം. നല്ല അടിപൊളി പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് മയ്യഴി പുഴേൻ്റെ കാറ്റും ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് പോകാം. 3-4 ബോട്ടുണ്ട്.
പിന്നെ ഒരു 2 ഹൗസ് ബോട്ടും, പിന്നെ അവരുടെ നമ്പറും കോൺടാക്ട് നമ്പറെല്ലാം വീഡിയോയിലുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇനി ഇങ്ങനെ ദൂരത്തൊന്നും പോകണ്ട, നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള ബോട്ട് സർവീസെല്ലാം ഒന്നും പല ആൾക്കും അറിയലുണ്ടാവില്ല. അതുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചത്. ഓക്കെ. അങ്ങനെ നമ്മുടെ മയ്യഴി ശിക്കാര ബോട്ട് സർവീസ് മാഹി മോന്താല്, പിന്നെ പോയവർ കമൻറ്റ് അറിയിക്കുക, അഭിപ്രായം പറയുക, വീഡിയോൻ്റെ സംബന്ധിച്ച് അഭിപ്രായം പറയുക. ബോട്ട് സർവീസ് അന്ന് ആ സമയത്ത് നടക്കുന്നുണ്ട്. ഒരു 5-6 ഗേൾസ് അവർ വന്നിട്ട് ഒരു മണിക്കൂറൊക്കെയുള്ള ബോട്ട് സർവീസ് അവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും, ഫാമിലിയും കുട്ടിയൊക്കെ എല്ലാവരും വന്നിട്ട് ആസ്വദിക്കാം.